ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രൊസീസ്യുവൽ ആർക്കിയോളജി അഥവാ ന്യൂ ആർക്കിയോളജി. 1960കളിൽ രൂപം കൊണ്ട പുരാവസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രധാന സൈദ്ധാന്തിക സമീപനമാണിത്. പുരാവസ്തുശാസ്ത്രത്തെ കൂടുതൽ ശാസ്ത്രീയവും, അതായത് സയൻറ്റിഫിക്കും വസ്തുനിഷ്ഠവും ഒബ്ജക്റ്റീവും ആക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സംസ്കാരം എങ്ങനെ മാറുന്നു, എന്തുകൊണ്ട് മാറുന്നു എന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയ രീതിയിൽ ഉത്തരം കണ്ടെത്താൻ ഈ സമീപനം ശ്രമിച്ചു. ഇതിൻ്റെ മറ്റൊരു പേരാണ് ന്യൂ ആർക്കിയോളജി എന്ന് പറയുന്നത്. ലൂയിസ് ആർ ബിൻഫോർഡ് ആണ് ഇതിൻ്റെ പ്രധാന പ്രചാരകൻ. ശാസ്ത്രീയ രീതികൾക്കാണ് ഇത് കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത്. ഹൈപ്പോത്തീസിസ് രൂപപ്പെടുത്തി പരിശോധന നടത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ മനുഷ്യരുടെ പെരുമാറ്റവും സാംസ്കാരിക മാറ്റങ്ങളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സ്ഥിതിവിവര കണക്ക്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ്, GIS തുടങ്ങിയ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. Culture is an adaptive system. Cultural change can be explained scientifically. Objective and value-free research. General laws of cultural behavior can be identified. ഇതിൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് മനുഷ്യരുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, മതം, പ്രതീകാത്മക സംസ്കാരം എന്നിവയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നാണ് പറയുന്നത്. കൂടാതെ സംസ്കാരത്തെ അമിതമായിട്ട് ശാസ്ത്രീയമായി മാത്രം സമീപിച്ചു, വ്യക്തികളുടെ പങ്ക് അവഗണിച്ചു എന്ന വിമർശനമാണ് ഈ ഒരു പ്രൊസീസ്യുവൽ ആർക്കിയോളജിക്ക് എതിരെയുള്ള വിമർശനം. പുരാവസ്തുശാസ്ത്രത്തെ ഒരു ശാസ്ത്രീയ സാമൂഹിക ശാസ്ത്രമാക്കി മാറ്റിയ പ്രധാന സമീപനമാണ് ഈ ഒരു പ്രൊസീസ്യുവൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യരുടെ ആശയങ്ങൾ, വിശ്വാസങ്ങൾ, പ്രതീകാത്മക അർത്ഥങ്ങൾ എന്നിവ അവഗണിച്ചതിനാൽ പിന്നീട് പോസ്റ്റ് പ്രൊസീസ്യുവൽ ആർക്കിയോളജി എന്ന പുതിയൊരു സമീപനം ഉയർന്നു വന്നിട്ടുണ്ട്. 1980കളിൽ വികസിച്ച പുരാവസ്തുശാസ്ത്രത്തിലെ ഒരു പ്രധാന സൈദ്ധാന്തിക സമീപനമാണ് ഈ ഒരു പോസ്റ്റ് പ്രൊസീസ്യുവൽ ആർക്കിയോളജി. ഇത് പ്രൊസീസ്യുവൽ ആർക്കിയോളജിയുടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടി രൂപം കൊണ്ടതാണ്. മനുഷ്യരുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, പ്രതീകങ്ങൾ, ആശയങ്ങൾ, അധികാരബന്ധങ്ങൾ, ലിംഗഭേദം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഈ ഒരു ആർക്കിയോളജി ചെയ്യുന്നത്. ഈ സമീപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ലാൻഡ് ഹോൾഡർ ആണ് ഇതിൻ്റെ പ്രധാന പ്രചാരകൻ. മനുഷ്യരുടെ ഏജൻസി, അതായത് വ്യക്തികളുടെ പ്രവർത്തനശേഷിക്ക് കൂടുതലും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഈ പോസ്റ്റ് പ്രൊസീസ്യുവൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. കൂടാതെ ഈ സിംബൽസ്, അതുപോലെ തന്നെ മതം, ആശയങ്ങൾ, ഐഡിയോളജി, വിശ്വാസം എന്നിവ പഠന വിധേയമാക്കുകയാണ് ഈ ഒരു പോസ്റ്റ് പ്രൊസീസ്യുവൽ ആർക്കിയോളജി ചെയ്യുന്നത്. ഓരോ സമൂഹത്തിനും അതിൻ്റേതായ സാംസ്കാരിക അർത്ഥങ്ങളുണ്ടെന്ന് ഇത് അംഗീകരിക്കുന്നുണ്ട്. ഒരേ പുരാവസ്തു തെളിവിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ സാധ്യമാണെന്ന് അവർ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റിവിറ്റിയും മൾട്ടിപ്പിൾ ഇൻ്റർപ്രിറ്റേഷൻസും ഇതിൽ അംഗീകരിക്കുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് സെറ്റിൽമെൻറ്റ് ആർക്കിയോളജി. മനുഷ്യർ എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് താമസിച്ചു എന്നതിനെക്കുറിച്ചും അവരുടെ വാസസ്ഥലങ്ങളുടെ രൂപഘടന, വിതരണ രീതി, സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന പുരാവസ്തു ശാസ്ത്ര ശാഖയാണ് സെറ്റിൽമെൻറ്റ് ആർക്കിയോളജി എന്ന് പറയുന്നത്. മനുഷ്യരുടെ വാസകേന്ദ്രങ്ങൾ കണ്ടെത്തുക, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയവയുടെ രൂപവികാസം പഠിക്കുക എന്നിവയാണ് ഈ സെറ്റിൽമെൻറ്റ് ആർക്കിയോളജിയുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ടോപ്പിക്കാണ് എത്തനോ ആർക്കിയോളജി. എത്തനോ ആർക്കിയോളജി എന്നത് ഇന്നും പരമ്പരാഗത ജീവിത രീതി പിന്തുടരുന്ന സമൂഹങ്ങളെ പഠിച്ച് ആ വിവരങ്ങൾ ഉപയോഗിച്ച് പുരാതന പുരാവസ്തു തെളിവുകളെ വ്യാഖ്യാനിക്കുന്ന പഠനശാഖയാണ് എത്തനോ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹങ്ങളുടെ ജീവിത രീതിയെ അടിസ്ഥാനമാക്കി പുരാതന സംസ്കാരങ്ങളെ മനസ്സിലാക്കുക, പുരാവസ്തുക്കളുടെ ഉപയോഗവും നിർമ്മാണ രീതിയും കണ്ടെത്തുക, മനുഷ്യരുടെ പെരുമാറ്റവും ഭൗതികാവശിഷ്ടങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക എന്നിവയാണ് എത്തനോ ആർക്കിയോളജിയുടെ പ്രധാന ലക്ഷ്യം.